കേന്ദ്ര ബഡ്ജറ്റ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബഡ്ജറ്റ് പ്രസംഗം തന്നെ ചുരുങ്ങി വരികയാണ്. കേരളത്തോട് കടുത്ത രാഷ്ട്രീയ അവഗണനയാണ് ഈ കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലൂടെ BJPയുടെ മുഖം അഴിഞ്ഞു വീണിരിക്കുക. നമുക്കറിയാം 2 വർഷം മുമ്പ് 2 മന്ത്രിമാർ കേരളം മുഴുവൻ നടന്ന് കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് പുകഴ്ത്തി പാടുന്നവർ ഇപ്പം അവസാനം കണ്ടുപിടിച്ചത് കേരളത്തിൻ്റെ മറ്റെല്ലാ വികസനം കഴിഞ്ഞ് കടലാമകളെ സംരക്ഷിക്കുന്നതാണ്. ഈ 2 കേന്ദ്രമന്ത്രിമാർ 2 വർഷവും ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചത് കടലാമ സംരക്ഷണമാണ്. അവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികൾ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റ് 18 വർഷമായിട്ട് നടപ്പിലാക്കിയ പദ്ധതി, ആ പദ്ധതി അട്ടിമറിച്ചുകൊണ്ട് 60% ഫണ്ടാക്കി മാറ്റിയിരിക്കും. അപ്പം സാധാരണ തൊഴിലാളികൾ തൊട്ട് അതുപോലെ കാർഷിക മേഖല എല്ലാ ബഡ്ജറ്റിലും ആവശ്യപ്പെടുന്നതാണ് കേരളത്തിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം. കാരണം ഇത്രയും ഫലഭൂയിഷ്ഠമായ മണ്ണ്, ഇത്രയും നല്ല സാഹചര്യമുള്ള കേരളത്തിൻ്റെ മണ്ണ് പ്രയോജനപ്പെടുത്താൻ, അത് കാർഷിക മേഖലയ്ക്ക് പ്രയോജനപ്പെടുത്താൻ ഒരു പദ്ധതിയും ഈ ബഡ്ജറ്റിലില്ല. വ്യവസായ മേഖല, സ്മാർട്ട് സിറ്റി ഉൾപ്പെടെ പാലക്കാട് വരാൻ പോകുന്നു. ആ വ്യവസായ മേഖലയ്ക്ക് താങ്ങും തണലുമായിട്ട് ഒരു പദ്ധതിയില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ, നാഷണൽ ഹൈവേ ഇതുപോലെ തകർന്ന് തരിപ്പണമായിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. നമുക്കറിയാം കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം ഉൾപ്പെടെ ആ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള ക്രമക്കേട് ഉൾപ്പെടെ പൊതുസമൂഹം വളരെയധികം ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ആ നാഷണൽ ഹൈവേയുടെ പുരോഗതിക്കായിട്ടൊരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടില്ല. കേരളത്തിൽ അതിവേഗ റെയിൽ വേണമെന്ന് വർഷങ്ങളായിട്ട് ആവശ്യമാണ്. കാരണം ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ മറ്റെല്ലാ സ്റ്റേറ്റിനേക്കാളും കൂടുതലാണ്. അത്ര ജനങ്ങളാണ് പൊതുനിരത്തിൽ ഇറങ്ങുന്നത്. അപ്പോൾ ഈ ഹൈവേ ഇല്ല, റോഡ് സൗകര്യമില്ല. അപ്പോൾ റെയിൽ സൗകര്യം മെച്ചപ്പെടുത്തണമെന്നുള്ള ദീർഘകാലമായ ആവശ്യത്തെ ഒരു തരത്തിലും പരിഗണിച്ചിട്ടില്ല. ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേരള സംസ്ഥാനത്തിൻ്റെ വിഭവ സമാഹരണം ഇവർ ലക്ഷ്യമാക്കുന്നുണ്ട്. അത് ഇപ്പോൾ പുതിയതായിട്ട് പ്രഖ്യാപിച്ച ഈ ധാതുക്കൾ, അത് മിനറൽസ് ഇവിടെ നിന്നും ഖനനം ചെയ്ത് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പോലും ചെയ്യാത്ത ഏറ്റവും കൂടുതൽ പരിസ്ഥിതി ആഘാതം പ്രദേശമായിട്ടുള്ള, പലതരത്തിലും ഭൂകമ്പവും മറ്റു പ്രയാസങ്ങളും അനുഭവിച്ചിട്ടുള്ള കേരളത്തിൽ ഇപ്പോൾ ഒരു ധാതു ഖനനം ഉദ്ദേശിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിശാലമായ കാഴ്ചപ്പാടല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വൻ വ്യവസായമായി മാറിയിരിക്കുകയാണ് ഖനനം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ധാതു ഖനനം നടത്തുന്നു എന്ന് പറയുമ്പോൾ കേരളത്തെ കൊള്ളയടിക്കാൻ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടി പുതിയ ഒരു നിർദ്ദേശം വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കാലം ഈ പരിസ്ഥിതി ആഘാതവും അതുപോലെ തന്നെ പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ കേരള സമൂഹം രാഷ്ട്രീയത്തിന് അതീതമായി ഒറ്റക്കെട്ടായി പറഞ്ഞിട്ടുള്ളതാണ്. ആ ഖനനമാണ് കോർപ്പറേറ്റുകാർക്ക് വേണ്ടി ഇവിടെ BJP സർക്കാർ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ ബഡ്ജറ്റിൽ പ്രധാനമായിട്ടും ഊന്നൽ നൽകിയത്. അപ്പോൾ കേരളത്തിൻ്റെ വിഭവ സമാഹരണം അല്ലെങ്കിൽ വിഭവ സമ്പത്ത് സംരക്ഷിക്കാനോ അതിന് താങ്ങും തണലുമായി പ്രവർത്തിക്കാനോ തയ്യാറാകാതെ കേരളത്തിൻ്റെ സമ്പത്ത് കൊള്ളയടിക്കാനും വേണ്ടിയുള്ള തീരുമാനമാണ്. ഇതിനുവേണ്ടിയാണ് ഒരു മുൻ കേന്ദ്രമന്ത്രി കേരളത്തിൽ വന്ന് BJP വളർത്താവുന്നത്. അപ്പോൾ സാധാരണക്കാർക്ക്, ചെറുപ്പക്കാർക്ക്, വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പരിഗണനയും കേരളത്തിനോട് കാണിച്ചിട്ടില്ല. ഈ കേരളം ഇന്ത്യയിൽ തന്നെ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഏറ്റവും 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ്. എന്നിട്ട് പോലും ഒരു പരിഗണന കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയ്ക്ക് നൽകിയിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അതുമാത്രമല്ല, ഈ ഫെഡറൽ സംവിധാനം നമുക്കറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്ന പല സ്റ്റേറ്റുകളിലും അതിനു മുമ്പേ നടന്ന ബഡ്ജറ്റുണ്ട്. ആ ബഡ്ജറ്റിൽ സ്റ്റേറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന് ലക്ഷ്യമാക്കിയെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് ബഡ്ജറ്റിൽ പല പദ്ധതികളും വകയിരുത്തിയിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു എന്നറിഞ്ഞിട്ടും കേരളത്തിനൊന്നുമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായിട്ടുള്ള അർത്ഥം എന്താണ്? അവർക്ക് ഒരു പ്രതീക്ഷയും കേരളത്തിനോടില്ല. അപ്പോൾ പൊളിറ്റിക്കലായിട്ടുള്ള റിവെഞ്ചാണ് കേരളത്തിനോട് ഈ ബഡ്ജറ്റ് കാണിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു എന്ന് അറിഞ്ഞിട്ട് പോലും ഒരു പദ്ധതിയും പ്രഖ്യാപിക്കാതിരിക്കുന്നത് BJPക്ക് അവിടെ ഒരു പ്രതീക്ഷയുമില്ല. കേന്ദ്ര ഗവൺമെന്റ് നയിക്കുന്ന BJPക്ക് അവിടെ ഒരു പ്രതീക്ഷയില്ല എന്നുള്ളത് അടിവരയിട്ട് സൂചിപ്പിക്കുന്നതാണ് ഈ ബഡ്ജറ്റ്. മുൻ ബഡ്ജറ്റിൽ മറ്റ് പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് വരാനിരിക്കുമ്പോൾ വാരിക്കോരി പദ്ധതികൾ പ്രഖ്യാപിച്ചതാണ്. ഏറ്റവും അവസാനം ബീഹാറിൽ ഉൾപ്പെടെ
പക്ഷെ കേരളത്തെ സമ്പൂർണ്ണമായി തഴഞ്ഞിരിക്കുന്നു, കേരളത്തിലെ ജനങ്ങളെ തഴഞ്ഞിരിക്കുന്നു, ഈ ഫെഡറൽ സംവിധാനത്തെ തകർത്തിരിക്കുന്നു. അപ്പോൾ പൊളിറ്റിക്കലായിട്ട് കേരളത്തെ തഴഞ്ഞിരിക്കുന്നു, ഫെഡറൽ സംവിധാനത്തെ തകർത്തിരിക്കുന്നു. ഇതിൽ അതിശക്തമായ പ്രതിഷേധവും പ്രക്ഷോഭവും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും.